അവക്കൊരു കുഴപ്പമില്ലല്ലോ. ഏട്ടാ, ഡൽഹിയിലുള്ളവർക്ക് മന്ത്രവാദം ഏക്കില്ലേ? ഏൽക്കൂടാ. തുടങ്ങിയിട്ടുണ്ടടാ. ശത്രുവിന്റെ ചൊറിച്ചിൽ കാണാനാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിന്റെ ചൊറിച്ചിൽ കാണാനല്ല. ഏട്ടാ, അവള് പിന്നെ എന്താ ചൊറിയാത്തെ? എടാ, മന്ത്രവാദം അങ്ങനെയാ, പതുക്കെ പതുക്കെ ഏൽക്കൂ. ഏട്ടാ, കണ്ടു നിൽക്കുന്നവർക്കും ചൊറിച്ചിൽ വരുമെന്ന് മന്ത്രവാദി പറഞ്ഞോ? ഇല്ലടാ. മണ്ടന്മാരെ, ചൊറിച്ചിൽ നലച്ചോണ്ടിരുന്ന നമ്മളും ചൊറിഞ്ഞു പോവും. എടാ, പുറത്തൊന്ന് മാന്തി. എന്താടാ നിനക്കൊക്കെ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും ചേട്ടാ മന്ത്രവാദം തിരിച്ചടിച്ചോ? എന്താടാ? എന്താ എന്താ എടാ, ഇവിടെ ഇവിടെ ആരുമില്ലേ ഒന്ന് ചൊറിഞ്ഞു തരാൻ? ഒന്നുമില്ല. നിനക്കൊക്കെ എന്താടാ പറ്റിയത്? അനുരാധ, അനുരാധ, എടാ അവള് നോക്കുന്നു. ഒന്നുമില്ല. നിനക്കൊക്കെ എന്ത് പറ്റി? ചേട്ടാ ഒന്ന് ചൊറിഞ്ഞേ. ഏട്ടൻ അവളെ ദ്രോഹിക്കാൻ എന്താ ചെയ്തേ? മന്ത്രവാദി ഒരു പൊടി തന്നു, അത് അവളുടെ ഭക്ഷണത്തിൽ വിതറി. എപ്പോ? എടാ, ഇപ്പൊ രാത്രി ഭക്ഷണത്തില് അമ്മ എടുത്തു വെക്കുമ്പോ തന്നെ ഞാൻ പണി പറ്റിച്ചു. ഇങ്ങോട്ട് ചൊറി. അപ്പൊ ഏട്ടനാ ഞങ്ങളെ ചതിച്ചതല്ലേ? ഏട്ടാ, അവളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളാ. എന്റെ അമ്മേ, എന്താ? അയ്യോ, എന്ത് പറ്റി? എന്ത് കൂത്തായത്? എന്ത് പറ്റി? എന്താടാ? അമ്മേ, ഏട്ടൻ ഞങ്ങൾക്ക് മന്ത്രവാദം ചെയ്യുക. ഇല്ലമ്മേ, ഇല്ല ഇല്ല. എന്താ ആന്റി? എനിക്കറിയില്ല. ഇവന്മാരെന്തൊക്കെയോ കാണിക്കുന്നു. എന്താ ടീച്ചറെ, എന്തുപറ്റി? അർജുന ഒന്ന് ചൊറിഞ്ഞേ. അല്ല, ധർമ്മം മാത്രം എന്താ വെറുതെ നിൽക്കുന്നേ? ഞാൻ തിന്നില്ല. അമ്മേ, അമ്മേ, ഫുഡ് അലർജിയാ, ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. ആ, ഇതിനുള്ള മരുന്ന് എനിക്കറിയാം. എന്താ മോളെ? ദാ എന്റെ കയ്യിലുണ്ട്. ശത്രുവിന്റെ മരുന്ന് കഴിക്കരുത്. ഞാൻ തിന്നും. തന്നോളൂ. നിക്ക്. ഇത് ഞാൻ തരാം. പക്ഷേ ഈ ചൊറിച്ചിൽ വന്നത് എങ്ങനെയാണെന്ന് ആന്റിയോട് നിങ്ങൾ പറയണം. അത് അല്ലാതെ ഞാൻ തരില്ല. ഈ മരുന്ന് കഴിക്കാതെ ഇത് മാറുകയോ ഇല്ല. പറയടാ. അമ്മ, അത് ഓക്കെ. അപ്പൊ ചൊറിഞ്ഞോണ്ടിരുന്നോ? കുറച്ച് കഴിയുമ്പോ ഇവിടുന്ന് ഇറങ്ങി ഓടാ. ഞാൻ പോയിക്കോട്ടെ. അയ്യോ, പോലെ ഞാൻ പറയാം. സഹദേവ, വന്നേ. എടാ, വരാൻ. എടാ മോനെ, വേണ്ട. ഏട്ടനൊന്ന് പോയിക്കേ. അമ്മേ, ഈ അനുരാധയെ ഓടിക്കാൻ വേണ്ടി ധർമ്മേട്ടൻ ചെയ്ത മന്ത്രവാദ.